വിശദമായ വാർത്തയിലേക്ക്. പൾസർ സുനി കാക്കനാട്ട് ജയിലിൽ വെച്ച് നടൻ ദിലീപിന് അയച്ചെന്ന് കരുതുന്ന കത്ത് പുറത്ത്. തനിക്ക് വാഗ്ദാനം ചെയ്ത പണം നൽകണമെന്നാവശ്യപ്പെട്ട് എഴുതിയ കത്താണ് പുറത്തു വന്നിരിക്കുന്നത്. കേസിൽ ഒളിവിലിരിക്കെ കാക്കനാട്ടെ ദിലീപിന്റെ സ്ഥാപനത്തിൽ താൻ എത്തിയിരുന്നതായും സുനി കത്തിൽ എഴുതുന്നു. കത്തിന്റെ വിശ്വാസ്യത ബി സന്ധ്യ അന്ന് അന്വേഷിച്ചിരുന്നു. കാക്കനാട്ട് ജയിലിൽ നിന്ന് ഏപ്രിൽ 12-ന് പൾസർ സുനി ദിലീപിന് അയച്ചുവെന്ന് കരുതുന്ന കത്താണ് ഇപ്പോൾ പുറത്തായിരിക്കുന്നത്. തനിക്ക് വാഗ്ദാനം ചെയ്ത പണം നൽകണമെന്നാണ് കത്തിലൂടെ സുനി ആവശ്യപ്പെടുന്നത്. കത്തയച്ച് 3 ദിവസം കൂടി താൻ കാത്തിരിക്കുമെന്നും സുനി പറയുന്നു. പണം 5 മാസം കൊണ്ട് തന്നാൽ മതിയെന്നും താൻ നേരിട്ട് നാദൃശ്യെ വിളിക്കുമ്പോൾ തീരുമാനം പറയണമെന്നും കത്തിൽ എഴുതുന്നു. ദിലീപേട്ട എന്ന് വിളിച്ചുകൊണ്ടാണ് കത്ത് തുടങ്ങുന്നത്. എൻ്റെ ജീവിതം അവസാനിച്ചതുപോലെയാണ്. എന്നെ വിശ്വസിച്ച് കൂടെ നിന്നവരെ എനിക്ക് സേഫാക്കിയേ പറ്റൂ. ഞാൻ നാദൃശ്യെ വിളിച്ച് കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടും മറുപടിയില്ല. സൗണ്ട് തോമ മുതൽ ജോർജേട്ടൻ സ്പൂരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ഒരാഴ്ച കഴിഞ്ഞാൽ ഞാൻ വക്കീലിനെ മാറ്റുമെന്നും ചേട്ടൻ കാര്യങ്ങൾ ആലോചിച്ച് തീരുമാനിക്കണമെന്നും കത്തിൽ പറയുന്നു. ഒന്നുകിൽ ജയിലിലേക്ക് ആളെ അയക്കുക, അല്ലെങ്കിൽ എൻ്റെ ജയിലിലെ നമ്പറിലേക്ക് 300 രൂപ മണി ഓർഡർ അയക്കുക എന്ന് പറഞ്ഞ് ജയിലിലെ അഡ്രസ്സും നൽകിയിട്ടുണ്ട്. ഒളിവിൽ കഴിയുമ്പോൾ കാക്കനാട്ടെ ഷോപ്പിൽ ദിലീപിനെ അന്വേഷിച്ച് വന്ന കാര്യവും സുനി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ചേട്ടനെ ഇതുവരെയും കൈവിട്ടിട്ടില്ല. ഇനിയെല്ലാം ആലോചിച്ച് ചെയ്യണമെന്ന് വ്യക്തമാക്കിയാണ് കത്ത് അവസാനിപ്പിക്കുന്നത്. ADGP ബി സന്ധ്യ കാക്കനാട്ട് ജയിലിലെത്തി കത്തിന്റെ ആധികാരികതയെക്കുറിച്ച് അന്വേഷിച്ചു. കത്തിന്റെ വിശ്വാസ്യത സംബന്ധിച്ച് പോലീസ് അന്വേഷിച്ചു വരികയാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ തങ്ങളെ ഭീഷണിപ്പെടുത്തുന്നുവെന്നാരോപിച്ച് നടൻ ദിലീപും സംവിധായകൻ നാദൃശ്യയും പോലീസിൽ പരാതി നൽകി. പൾസർ സുനിയുടെ സഹതടവുകാരൻ വിഷ്ണു കേസിൽ തങ്ങളുടെ പേര് കൂടി വലിച്ചിഴയ്ക്കാതിരിക്കാൻ 1.5 കോടി രൂപ ആവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തിയെന്നാണ് പരാതി. ഭീഷണിയുടെ ശബ്ദരേഖയും പോലീസിന് കൈമാറി. ഏപ്രിൽ 20-നാണ് ദിലീപും നാദൃശ്യയും അന്നത്തെ DGP ആയിരുന്ന ലോക്നാഥ് ബെഹ്റയ്ക്ക് പരാതി നൽകിയത്. നടിയെ ആക്രമിച്ച കേസിൽ തങ്ങളുടെ പേരുകളും വലിച്ചിഴയ്ക്കാതിരിക്കാൻ 1.5 കോടി രൂപ ആവശ്യപ്പെട്ട് ഫോണിലൂടെ ഭീഷണി മുഴക്കിയെന്നാണ് പരാതി. പൾസർ സുനിയുടെ സഹതടവുകാരൻ വിഷ്ണുവാണെന്ന് ഇയാൾ പരിചയപ്പെടുത്തിയതായും നാദൃശ്യ പറഞ്ഞു. ദിലീപിനെ വിളിച്ചു കിട്ടാത്തതിനാൽ തൻ്റെ ഫോണിലേക്ക് വിളിക്കുകയായിരുന്നു. ദിലീപിൻ്റെ പേര് കേസിലേക്ക് വലിച്ചഴിക്കാൻ ആവശ്യപ്പെട്ട് തനിക്കും ഇയാൾ പണം വാഗ്ദാനം ചെയ്തു. സിനിമയിലെ തന്നെ മറ്റു ഉന്നതരാണ് തങ്ങളെക്കൊണ്ട് ഇത്തരത്തിൽ ചെയ്യിക്കുന്നതെന്ന് വിഷ്ണു പറഞ്ഞതായും നാദൃശ്യ പറഞ്ഞു. ദിലീപേട്ടന് ഒരു ടാർഗറ്റ് ഉണ്ട്. അപ്പോൾ സുനി പറഞ്ഞിട്ടാണ് ഞാൻ വിളിക്കുന്നത്. സുനിയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ ഞാൻ പലരെയും ട്രൈ ചെയ്തിട്ട് കിട്ടിയില്ല. അപ്പോൾ അവസാനമാണ് ചേട്ടൻ്റെ നമ്പർ തപ്പി പിടിച്ചപ്പോൾ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ദിലീപേട്ടൻ അറിഞ്ഞോളൂല്ലോ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞാണെന്ന് പറഞ്ഞു. ഇയാൾ കുറേ പേരുകൾ പറഞ്ഞു. ഈ പേര് പറഞ്ഞാൽ നടിമാരുടെ ഉണ്ട്, നിർമ്മാതാക്കളുടെ പേരുണ്ട്, പിന്നെ നടന്മാരുടെ പേരുണ്ട്. ഞങ്ങൾ പേര് പറയാതിരിക്കണമെങ്കിൽ ദിലീപേട്ടനെങ്കിലും കുറച്ച് കാശ്, കാരണം നമുക്ക് പേര് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പൈസ വരും. പേര് പറയാതിരിക്കണമെങ്കിൽ ദിലീപേട്ടൻ കാശ് തരണം. ഇതാണ് അവൻ്റെ ലക്ഷ്യം. പരാതി നൽകിയതായും ദിലീപും സ്ഥിരീകരിച്ചു. പരാതിയിൽ പോലീസ് തന്റെ മൊഴിയെടുക്കണമെന്നും ജനങ്ങൾ സത്യം അറിയട്ടെ എന്നും ദിലീപ് പ്രതികരിച്ചു. തന്നെയും തന്റെ സിനിമകളെയും തകർക്കാനുള്ള ശ്രമമാണെന്നും ദിലീപ് ആരോപിച്ചു. ആരൊക്കെ ബന്ധപ്പെട്ടു എല്ലാ ഡീറ്റെയിൽസും പോലീസിന് കൈമാറിയിട്ടുണ്ട്. എല്ലാം എത്തിച്ചത് ഞാൻ തന്നെയാണ്. എല്ലാ തെളിവുകളും അടക്കം കൊടുത്തിരിക്കുന്നത് ഞാൻ തന്നെയാണ്. നമ്മള് ഈ ജന്മത്തെ ഓർമ്മയിൽ കാണാത്ത ബ്ലാക്ക്മെയിൽ എന്ന് പറഞ്ഞാൽ സമ്മതിച്ചു കൊടുക്കാൻ പറ്റൂ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നിയമത്തിന്റെ വഴിക്ക് നീങ്ങുന്നത്. മാധ്യമങ്ങളോടുള്ള പ്രത്യേക ഒരു റിക്വസ്റ്റ് എന്ന് വെച്ചാൽ വെറുതെ വേണ്ടാതിനെ ആലോചിച്ച് വെച്ച് വളച്ചൊടിക്കരുത്. അതേസമയം കേസിൽ ഗൂഢാലോചനയുണ്ടെന്നും എന്നാൽ സിനിമക്കാർക്ക് ഇതിൽ ബന്ധമില്ലെന്നും പൾസർ സുനിയുടെ സഹതടവുകാരൻ ജിംസൺ പെരുമ്പാവൂർ പോലീസിന് മൊഴി നൽകി. ഈ മൊഴികളുടെയും പരാതികളുടെയും അടിസ്ഥാനത്തിൽ തെളിവുകൾ ശേഖരിക്കാനൊരുങ്ങുകയാണ് പോലീസ്. കേസിൽ കുറ്റപത്രം സമർപ്പിച്ച് വിചാരണ തുടങ്ങാനിരിക്കെയാണ് നിർണായകമായ വഴിത്തിരിവും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് കേരളത്തിലേക്കും തിരിച്ചുമുള്ള വിമാനയാത്രാ നിരക്ക് ഉത്സവ സീസണിൽ വിമാന കമ്പനികൾ കുത്തനെ വർദ്ധിപ്പിക്കുന്നത് തടയാൻ ഇടപെടൽ വേണമെന്ന് കേന്ദ്ര സിവിൽ വ്യോമയാന മന്ത്രി അശോക് ജഗ്പതി രാജുവിന് അയച്ച കത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. ഗൾഫിൽ നിന്ന് കേരളത്തിലേക്ക് റംസാൻ വേളയിൽ 5-6 ഇരട്ടി നിരക്കാണ് വിമാന കമ്പനികൾ വർദ്ധിപ്പിച്ചത്. പെരുന്നാളിന് നാട്ടിൽ വരേണ്ട മലയാളികളായ തൊഴിലാളികളെ നിരക്ക് വർധന ദുരിതത്തിലാക്കിയിട്ടുണ്ട്. ഉത്സവ സീസണും വിദ്യാലയ അവധിയും വരുമ്പോൾ ഉണ്ടാകുന്ന തിരക്ക് മുതലെടുത്ത് യാത്രക്കാരെ പിഴിയുന്ന സമീപനമാണ് വിമാന കമ്പനികളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. പ്രശ്നത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് കേരളം ഗൾഫ് മേഖലയിലെ വിമാനക്കൂലി നിജപ്പെടുത്തണമെന്നും കൂടുതൽ എയർ ഇന്ത്യ ഫ്ലൈറ്റ് ഏർപ്പെടുത്തണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു.
ഹരിയാനയിൽ വർഗീയ കൊലപാതകം. പെരുന്നാൾ ആഘോഷത്തിന് സാധനങ്ങൾ വാങ്ങി മടങ്ങുകയായിരുന്ന 15 വയസ്സുകാരനായ മദ്രസ വിദ്യാർത്ഥിയെ ഹിന്ദു വർഗീയവാദികൾ ട്രെയിനിനകത്ത് ദാരുണമായി കുത്തിക്കൊലപ്പെടുത്തി പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. കൊല്ലപ്പെട്ട ജുനൈദ് ഉൾപ്പെടെ 4 സഹോദരങ്ങളാണ് ആക്രമിക്കപ്പെട്ടത്. സിപിഐഎം പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ ബൃന്ദ കാരാട്ട്, മുഹമ്മദ് സലീം എന്നിവർ ആക്രമണത്തിനിരയായവരുടെ കുടുംബാംഗങ്ങളെ സന്ദർശിച്ചു. രാജ്യത്ത് വളർന്നുവരുന്ന അസഹിഷ്ണുതയുടെ ഒടുവിലത്തെ ഉദാഹരണമെന്ന് പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് പ്രതികരിച്ചു. ദില്ലിയിൽ നിന്നും ഈദ് ആഘോഷത്തിലുള്ള സാധനങ്ങൾ വാങ്ങി സ്വദേശമായ ഹരിയാനയിലെ ബെല്ലാബ്ഗഡിലേക്ക് മടങ്ങുകയായിരുന്നു കൊല്ലപ്പെട്ട ജുനൈദ് ഉൾപ്പെടെ 4 സഹോദരങ്ങൾ. തുഗ്ലക്കാബാദ് സ്റ്റേഷനിൽ നിന്നും ട്രെയിനിൽ കയറിയ 15 പേരിലധികം വരുന്ന സംഘം ഇവരെ വർഗീയമായി അധിക്ഷേപിച്ചു. കേട്ടാൽ അറയ്ക്കുന്ന ഭാഷയ്ക്കെതിരെ യാത്രക്കാർ ചിലർ പ്രതിഷേധിച്ചെങ്കിലും അക്രമി സംഘം ഇവരെ കത്തിയും വടിയും വീശി ഭീഷണിപ്പെടുത്തി. ഇറങ്ങേണ്ട സ്ഥലമായ ബെല്ലാബ്ഗഡ് സ്റ്റേഷനിൽ ഇറങ്ങാൻ സമ്മതിക്കാതെ സഹോദരങ്ങളെ തടഞ്ഞുവെച്ച് ശാരീരിക ആക്രമണം തുടർന്നു. 15 വയസ്സുകാരനായ ജുനൈദിനെ അടിച്ചും കുത്തിയും കൊലപ്പെടുത്തി. സഹോദരൻ ഷക്കീറിനും കുത്തേറ്റു. ഷക്കീറിന്റെ താടി പിഴുതെടുക്കാനും ശ്രമമുണ്ടായി. ദില്ലിയിൽ നിന്നും 20 കിലോമീറ്റർ അകലെ അസ്വത്തിലെത്തിയപ്പോൾ ട്രെയിനിൽ നിന്നും വലിച്ചെറിഞ്ഞു. വഴിയാത്രക്കാരാണ് സഹോദരങ്ങളെ ആശുപത്രിയിലെത്തിച്ചത്. അക്രമം നടന്ന ട്രെയിനിലെ ബോഗി നിറയെ രക്തം തളം കെട്ടി നിൽക്കുന്ന അവസ്ഥയിലായിരുന്നുവെന്ന് യാത്രക്കാർ പറഞ്ഞു. വർഗീയ ആക്രമണത്തെ സിപിഐഎം പോളിറ്റ് ബ്യൂറോ ശക്തമായി അപലപിച്ചു. മുസ്ലിം പേരും വസ്ത്രധാരണവുമെല്ലാം ദേശവിരുദ്ധമെന്ന് മുദ്രകുത്തുന്ന സാഹചര്യമാണുള്ളതെന്നും കാരാട്ട് പ്രതികരിച്ചു. സിപിഐഎം PB അംഗങ്ങളായ ബൃന്ദ കാരാട്ട്, മുഹമ്മദ് സലീം എന്നിവർ ആശുപത്രിയിൽ കഴിയുന്ന സഹോദരങ്ങളെയും ജുനൈദിന്റെ മാതാപിതാക്കളെയും സന്ദർശിച്ചു. വർഗീയ വിദ്വേഷത്തിന്റെ പേരിലുണ്ടാകുന്ന അക്രമങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരണമെന്ന് CPIM ആഹ്വാനം ചെയ്തു. M സന്തോഷ്, ന്യൂസ് ബ്യൂറോ, ദില്ലി. ബീഫ് കൈവശം വെച്ചിരുന്നില്ലെന്ന് കൊല്ലപ്പെട്ട ജുനൈദിന്റെ കുടുംബം. ഇതിനുള്ള വസ്ത്രം വാങ്ങി മടങ്ങവെയായിരുന്നു ആക്രമണം. തൊപ്പി വലിച്ചെറിയുകയും താടി പിഴുതെടുക്കാൻ ശ്രമിച്ചെന്നും ഇരയായ ജുനൈദിന്റെ സഹോദരൻ പറഞ്ഞു. കേസ് അട്ടിമറിക്കാനുള്ള നീക്കമെന്നും കുടുംബം പീപ്പിൾ ടിവിയോട് പറഞ്ഞു. വിവരങ്ങളുമായി മനു ശങ്കർ ചേരുന്നു. മനു, മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് ജുനൈദിന്റെ മാതാപിതാക്കളും സഹോദരങ്ങളും പറയുന്നത്? വിശദാംശങ്ങൾ. ധന്യ, ചില തെറ്റായ വാർത്തകൾ പ്രചരിച്ചിരുന്നത് ഡൽഹിയിൽ നിന്ന് ഹരിയാനയിലേക്കുള്ള യാത്ര ചെയ്യവേ 3 മദ്രസ വിദ്യാർത്ഥികളായ 3 പേരെ ഒരു സംഘം ആക്രമികൾ ക്രൂരമായി മർദ്ദിച്ചു എന്നാണ് വാർത്ത പരന്നിരുന്നത്. ബീഫ് സൂക്ഷിച്ചതിന്റെ പേരിലാണ് ഇത്തരമൊരു ആക്രമണം നടത്തിയതെന്നും ആദ്യ വ്യാജ പ്രചരണമൊക്കെ നടന്നിരുന്നു. പോലീസും ഇത്തരമൊരു നിഗമനത്തിലേക്ക് എത്തേണ്ട സാഹചര്യവും ഉണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെ ഒരു കാര്യമേ നടന്നിട്ടില്ലെന്നാണ് ഈ ആക്രമികളുടെ മർദ്ദനത്തിൽ മരണപ്പെട്ട ജുനൈദിന്റെ കുടുംബാംഗങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ ഗുരുതരമായി പരിക്കേറ്റ ആശുപത്രിയിലുള്ള ജുനൈദിന്റെ സഹോദരനും ഇക്കാര്യം വ്യക്തമാക്കി. ആദ്യം ട്രെയിനിൽ യാത്ര ചെയ്യവേ സീറ്റ് ചോദിച്ച് ആക്രമകാരികൾ ആദ്യം കയ്യേറ്റം നടത്തി. ഇതിനുശേഷം തങ്ങളുടെ തൊപ്പിയും താടിയും മറ്റും പിടിച്ചു വലിക്കുകയും താടി പിഴുതെറിയുന്ന രീതിയിലും മറ്റും വലിച്ച് പറിക്കുകയും മറ്റും ചെയ്തു എന്നാണ് ഇവർ വ്യക്തമാക്കിയിട്ടുള്ളത്. തികച്ചും വർഗീയപരമായ ഒരു ആക്രമണം നടത്താനുള്ള ആസൂത്രിത നീക്കമാണ് ഇവർ നടത്തിയതെന്നും ഇവരുടെ കുടുംബാംഗങ്ങൾ തന്നെ വ്യക്തമാക്കുന്നു. പോലീസ് ആദ്യം പറഞ്ഞിരുന്നത് ഇവർ ബീഫ് സൂക്ഷിച്ചു, അതിന്റെ പേരിൽ ആക്രമണം നടത്തി എന്നതായിരുന്നു. പക്ഷേ ഹരിയാനയിലടക്കം ഗോവധ നിരോധനവും മറ്റും നിലനിൽക്കുന്നതിനാൽ പ്രതികൾക്ക് രക്ഷപ്പെടാനുള്ള പഴുതൊരുക്കുകയാണ് പോലീസ് ചെയ്യുന്നതെന്നും കുടുംബാംഗങ്ങൾ ചൂണ്ടിക്കാട്ടി. നിലവിലെ സാഹചര്യത്തിൽ എന്തായാലും ഇവർ ഈദിനുള്ള വസ്ത്രം വാങ്ങി മടങ്ങി വരവെയാണ് തികച്ചും വർഗീയപരമായ ഒരു ആക്രമണം നടത്തി എന്നാണ് കുടുംബാംഗങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. മനുശങ്കറാണ് വിശദാംശങ്ങൾ നൽകി. കോട്ടയം ജില്ലയിൽ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് പനിബാധിതരുടെ എണ്ണത്തിൽ വൻ കുറവ്. ജനപങ്കാളിത്തത്തോടെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയതോടെയാണ് പനി നിയന്ത്രിക്കാൻ കോട്ടയം ജില്ലയ്ക്കായത്. അതേസമയം പനിഭീതി പടർത്തി സാധാരണക്കാരിൽ നിന്ന് പണം തട്ടുന്ന സ്ഥിതിയും ആരോഗ്യമേഖലയിലുണ്ടെന്നും വിദഗ്ധരുടെ മുന്നറിയിപ്പ്. മലയോരവും കായലോരവും ഇടകലർന്ന കോട്ടയം ജില്ലയിൽ പ്രധാനമായും എലിപ്പനി, ഡെങ്കിപ്പനി, H1N1 എന്നിവ പടരാനാണ് സാധ്യത കൂടുതൽ. പക്ഷേ മഴക്കാലപൂർവ്വ പ്രതിരോധ പ്രവർത്തനങ്ങളിലൂടെ പകർച്ചപ്പനി സാധ്യതകൾ വൻതോതിൽ കുറയ്ക്കാനായി. ജനുവരി മുതലുള്ള കണക്കുകൾ അനുസരിച്ച് എലിപ്പനി ബാധിച്ചവർ കേവലം 28 പേർ മാത്രം. ഡെങ്കിപ്പനി ബാധിതർ 180, സംശയിക്കുന്നവർ 254, H1N1 ബാധിതർ 49. മഴക്കാലമായതിനാൽ പനി ബാധിച്ച് ഇതുവരെ ചികിത്സ തേടിയവരുടെ എണ്ണം 41,974 മുൻ വർഷങ്ങളുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഈ കണക്കുകളിൽ ആശങ്കപ്പെടാനില്ല. അതേസമയം പനിഭീതി പടർത്തി പണം തട്ടുന്ന സ്ഥിതിയും ആരോഗ്യമേഖലയിലുണ്ട്. ആരോഗ്യവകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടറും കോട്ടയം DMOയുമായ ഡോക്ടർ ജേക്കബ് വർഗീസ്. മഴക്കാലത്ത് എത്രയോ തലമുറകളായിട്ട് മൺസൂൺ കാലത്ത് പനി ഉണ്ടാവും.
ഏത് വൈറൽ പനി ഉണ്ടായാലും പ്ലേറ്റ്ലെറ്റൊക്കെ അല്പം താഴാനുള്ള സാധ്യതയുണ്ട്. അതിനെല്ലാം ഡെങ്കി എന്നും പറഞ്ഞ് ചിത്രീകരിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഡെങ്കി എന്ന് പറഞ്ഞ് ഭയപ്പെടുത്തി ചികിത്സിക്കുന്ന രീതികൾ വരെ ചില മേഖലകളിൽ കാണുന്നുണ്ട്. ജില്ലയിലെ വിവിധ സർക്കാർ ആശുപത്രികൾ കേന്ദ്രീകരിച്ച് പനി ക്ലിനിക്കുകൾ തുറന്നു. എവിടെയും മരുന്നുകൾ സുലഭമാണ്. വരും ദിനങ്ങളിൽ മണ്ഡലം, തദ്ദേശ സ്ഥാപനങ്ങൾ, വാർഡുകൾ എന്നിവ കേന്ദ്രീകരിച്ച് ശുചീകരണ പ്രവർത്തനങ്ങളും പ്രതിരോധ പ്രവർത്തനങ്ങളും ഊർജിതമാക്കാനും കളക്ടറേറ്റിൽ ചേർന്ന ആരോഗ്യവകുപ്പ് യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. ജില്ലയുടെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ പരിശോധിക്കുമ്പോൾ പനിബാധിതരുടെ എണ്ണത്തിൽ വളരെയധികം വർധന ഉണ്ടാകേണ്ടതാണ്. എന്നാൽ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടക്കുന്നതുകൊണ്ട് തന്നെ പനിബാധിതരുടെ എണ്ണത്തിലും വളരെയധികം കുറവുണ്ടായിട്ടുണ്ട്. കോട്ടയത്ത് നിന്നും ക്യാമറാമാൻ സാംജിത് ആർപ്പുക്കരയോടൊപ്പം ടി പി പ്രശാന്ത്. ബി.ജെ.പി. നേതാക്കൾ കള്ളനോട്ട് അടിച്ച കേസിൽ അന്വേഷണം സംസ്ഥാനത്തിന് പുറത്തേക്ക്. മുഖ്യപ്രതി രാകേഷിന്റെ ദില്ലി, മുംബൈ നഗരങ്ങളിലെ ബന്ധങ്ങളും ഇടപാടുകളും പോലീസ് പരിശോധിക്കുന്നു. രാകേഷിന്റെയും സഹോദരൻ രാജീവിന്റെയും സാമ്പത്തിക സ്രോതസ് കണ്ടെത്താനും അന്വേഷണം. IPS ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ കേസ് അന്വേഷണത്തിനായി പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. സംഭവത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ ആവശ്യപ്പെട്ടു. കള്ളനോട്ടുകളും അച്ചടിയന്ത്രവുമായി വീട്ടിൽ നിന്ന് പിടിയിലായ ബി.ജെ.പി. നേതാവ് രാകേഷിനും സഹോദരൻ രാജീവിനും മുംബൈയിലും ദില്ലിയിലും ബന്ധങ്ങളുണ്ടെന്ന പോലീസിന് വിവരം ലഭിച്ചു. ഇവർ വർഷങ്ങൾക്ക് മുമ്പ് ഇരു നഗരങ്ങളിലും താമസിച്ചിരുന്നുവെന്നും സാമ്പത്തിക ഇടപാടുകൾ നടത്തിയെന്നും സൂചനയുണ്ട്. ഒളിവിൽ പോയ രാജീവിന് താവളമൊരുക്കുന്നത് പഴയ സുഹൃത്തുക്കളാണോ എന്ന കാര്യം പരിശോധിച്ചു വരികയാണെന്ന് തൃശൂർ റൂറൽ SP N വിജയകുമാർ പറഞ്ഞു. രാജീവിനെ കണ്ടെത്താൻ മുംബൈ, ദില്ലി നഗരങ്ങളിലേക്ക് സംഘത്തെ അയക്കും. അതിനിടെ സഹോദരന്മാരുടെ സാമ്പത്തിക സ്രോതസ്സുകളിൽ അന്വേഷണം ആരംഭിച്ചു. ഇരുവരുടെയും മുൻകാല മൊബൈൽ ഫോൺ വിശദാംശങ്ങൾ പരിശോധിച്ച പതിവായി വിളിച്ചിരുന്ന കോളുകൾ കേന്ദ്രീകരിച്ചും അന്വേഷണമുണ്ട്. കേസിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത IPS ഉദ്യോഗസ്ഥയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. ഇരിങ്ങാലക്കുട ASP കിരൺ നാരായണനാണ് അന്വേഷണ ചുമതല. ഇന്നലെ റിമാൻഡിലായ ബി.ജെ.പി. ശ്രീനാരായണപുരം കിഴക്കൻ മേഖലാ പ്രസിഡന്റ് രാകേഷിനെ ചോദ്യം ചെയ്യലിനായി പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ചൈനയ്ക്കുള്ളിൽ ഒരു സോവിയറ്റ് യൂണിയനോ? കൈർലി TV എഡിറ്റർ ജോൺ ബ്രിട്ടാസ് ചൈന സന്ദർശിച്ചപ്പോൾ കണ്ട ഒരു കാഴ്ച ഇന്നത്തെ ചൈനീസ് ഡയറിയിൽ. ചൈനയ്ക്കുള്ളിലെ ആദ്യത്തെ പരമാധികാര രാഷ്ട്രം ഇവിടെയാണ് രൂപീകരിക്കപ്പെട്ടത്. മാവോയുടെ നേതൃത്വത്തിൽ 6 മന്ത്രിമാർ ഉൾപ്പെടുന്ന ഒരു മന്ത്രിസഭ 931 ഇവിടെ അധികാരത്തിൽ. ഇവിടെ നിന്നാണ് യഥാർത്ഥത്തിൽ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിപ്ലവപാത ആരംഭിക്കുന്നത്. ലോങ് മാർച്ചും തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. പലർക്കും അറിയാത്തൊരു കാര്യമുണ്ട്. ചൈനയ്ക്കുമുണ്ട് ഒരു സോവിയറ്റ് റിപ്പബ്ലിക് പശ്ചാത്തലം. ചൈന എന്ന വിസ്തൃത ഭൂമികയ്ക്കുള്ളിൽ 931 മാവോ സേതുങ്ങും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും രൂപീകരിച്ച പരമാധികാര രാഷ്ട്രമാണ് സോവിയറ്റ് റിപ്പബ്ലിക് ഓഫ് ചൈന. വടക്ക് കിഴക്കൻ മേഖലയിൽ ഏതാനും പ്രവിശ്യകളടങ്ങുന്ന ഭരണ സംവിധാനമായിരുന്നു ഇത്. 6 വർഷം മാത്രമേ ഈ പരീക്ഷണം നീണ്ടുനിന്നുള്ളൂ എങ്കിലും വിപ്ലവാനന്തര ചൈനയെക്കുറിച്ചുള്ള ചിന്തകളാണ് ഈ പരീക്ഷണ സർക്കാർ ജനങ്ങൾക്ക് പകർന്നു നൽകിയത്. എട്ട് പതിറ്റാണ്ട് കഴിഞ്ഞെങ്കിലും ചൈനയ്ക്കുള്ളിലെ സോവിയറ്റ് റിപ്പബ്ലിക്കിന്റെ ആസ്ഥാന മന്ദിരങ്ങളും മറ്റ് അടയാളങ്ങളും ചൈനീസ് ഗവൺമെന്റ് പരിപാലിക്കുകയാണ്. മാവോ ആയിരുന്നു പ്രധാനമന്ത്രി. 6 മന്ത്രിമാരുണ്ടായിരുന്നു. അന്നത്തെ സർക്കാർ വകുപ്പുകളുടെ ശേഷിപ്പുകളും എന്തിനേറെ കറൻസികൾ പോലും അതുപോലെ സൂക്ഷിച്ചിരിക്കുന്നു. മാവോ വെള്ളം കുടിച്ചിരുന്ന കിണറാണ്. ഈ കിണറിൽ നിന്നാണ് മാവോയും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും വെള്ളമെടുക്കുകയും കുടിക്കുകയും ചെയ്തു. ഇന്നൊരു സ്മാരകമായി സംരക്ഷിക്കുകയും ആൾക്കാർ വിപ്ലവ വീര്യം ആവാഹിക്കാൻ വേണ്ടി ഇവിടെ നിന്ന് വെള്ളം കുടിക്കാറുണ്ട്.
കുമിന്താങ്ങുമായി തുടർച്ചയായി ഏറ്റുമുട്ടിയ ചെമ്പടയ്ക്ക് 1.5 ലക്ഷത്തോളം പേരുടെ അംഗബലവും ഉണ്ടായിരുന്നു. മാവോയുടെ താമസ കേന്ദ്രത്തിനോട് ചേർന്ന മരത്തിലാണ് കുമിന്താങ്ങിന്റെ ബോംബ് വർഷം നടന്നത്. തുടർന്ന് മറ്റൊരു സ്ഥലത്തേക്ക് സോവിയറ്റ് റിപ്പബ്ലിക്കിന്റെ ആസ്ഥാനം മാറ്റുകയും ചെയ്തു. ഈ പുറകിലുള്ള ബിൽഡിങ്ങിൽ മാവോ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ മരത്തിന് മുകളിൽ ഒരു ബോംബ് വീണത്. വളരെ സുപ്രധാനമായ ഒരു മരമായിട്ടാണ് ഇന്ന് ചൈനക്കാർ ഇതിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ കിങ് ഓഫ് ട്രീസ് അല്ല, എല്ലാ മരങ്ങളുടെയും രാജാവ് എന്നുള്ള പേരിലാണ് ഈ മരം അറിയപ്പെടുന്നത്. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 1ാം കോൺഗ്രസ് നടന്ന സ്ഥലമാണിത്. ഇവിടെയാണ് മാവോയുടെ നേതൃത്വത്തിൽ ലോങ് മാർച്ച് ആരംഭിക്കാനുള്ള തീരുമാനം കൈക്കൊണ്ടത്. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 1ാം കോൺഗ്രസ് വേദിയിൽ നിന്ന് കൈരളിക്ക് വേണ്ടി ജോൺ ബ്രിട്ടൻസ്. വാർത്തയിലേക്ക്. സൗദി അറേബ്യയിലുണ്ടായ മക്കയിൽ ഭീകരാക്രമണ ശ്രമം സുരക്ഷാസേന തകർത്തു. ഹറം പള്ളിയെ ലക്ഷ്യമാക്കിയായിരുന്നു ആക്രമണമെന്ന് സൗദി ആഭ്യന്തര വകുപ്പ് വക്താവ് അറിയിച്ചു. റംസാനിലെ അവസാന വെള്ളിയാഴ്ച പ്രാർത്ഥന നടക്കവെയായിരുന്നു ആക്രമണം. മേഖലയിൽ വൻ പോലീസ് സന്നാഹത്തെ വിന്യസിച്ചു. മക്കയിലെ ഹൈ അജിയാസ് അൽ സുഫായിൽ സംശയം തോന്നിയ കേന്ദ്രം പോലീസ് വളഞ്ഞപ്പോഴാണ് ഭീകരവാദിയെന്ന് സംശയിക്കുന്നയാൾ സ്വയം പൊട്ടിത്തെറിച്ചത്. മക്കയിലും ജിദ്ദയിലും ഭീകരരുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്നവർ പോലീസ് പിടിയിലായി. ഇവരുടെ താമസ കേന്ദ്രം പോലീസ് വളയുകയായിരുന്നു. ഒരാളെ മക്കയിലെ അൽ അലീസ ഡിസ്ട്രിക്റ്റിലും മറ്റൊരാളെ ഉമ്മുസലാമിലുമാണ് പിടികൂടിയത്. പെട്രോളിംഗ് വിഭാഗം, കുറ്റാന്വേഷണ വിഭാഗം തുടങ്ങിയവർ സ്ഥലം വളഞ്ഞ് കനത്ത പോലീസ് വലയം തീർത്താണ് ഭീകരരെ പിടികൂടിയത്. തുടർന്നുള്ള പരിശോധനയ്ക്കിടെ മക്കയിൽ തന്നെ അജ്വാസ് അൽ മസാഫിയിൽ ഭീകരർ ഒളിച്ചിരുന്ന വീട് സുരക്ഷാസേന വളഞ്ഞു. റംസാനിൽ ലക്ഷക്കണക്കിന് തീർത്ഥാടകരുള്ള സമയത്ത് മക്കയിൽ ഭീകരരെ പിടികൂടാനായത് ഏറെ പ്രാധാന്യത്തോടെയാണ് സുരക്ഷാസേന കാണുന്നത്. സൗദി ഭരണാധികാരി സൽമാൻ രാജാവും കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനും ഭരണരംഗത്തെ പ്രമുഖരുമെല്ലാം മക്കയിലുണ്ട്. ന്യൂസ് ഡെസ്ക്. സംസ്ഥാന ഗവൺമെന്റിന്റെ വിനോദസഞ്ചാര നയത്തിന്റെ ഭാഗമായി സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പും മാഞ്ചസ്റ്റർ മലയാളി അസോസിയേഷനും ചേർന്ന് 8ാമത് മാഞ്ചസ്റ്റർ ഡേ പരേഡ് സംഘടിപ്പിച്ചു. 125 കലാകാരന്മാരെ അണിനിരത്തി കേരളത്തിന്റെ തനത് സാംസ്കാരിക പൈതൃകം തദ്ദേശീയരുടെ മുമ്പാകെ അവതരിപ്പിച്ച മാഞ്ചസ്റ്റർ മലയാളി അസോസിയേഷന്റെ ഉദ്യമത്തിന് കേരള വിനോദസഞ്ചാര വകുപ്പിന്റെ അകമഴിഞ്ഞ പിന്തുണയും. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. പടച്ചവനെ, നീ പഠിപ്പിച്ചു തന്ന അറിവല്ലാതെ യാതൊരു അറിവും ഞങ്ങൾക്കില്ല. നീ പരിശുദ്ധനാണ്, നീ യുക്തിജ്ഞനാണ്. അതാ ഞങ്ങൾക്കറിഞ്ഞുകൂടാ. ഈ ഘട്ടത്തിനാണ് അല്ലാഹു തആല മനുഷ്യനോട് പറയുന്നത്, മനുഷ്യപിതാവായ ആദാമിനോട് പറയുന്നത്, ഖാലയ ആദമു അംബിഉഹും ബി അസ്മാഇഹിം. ആദം, അവയുടെയൊക്കെ നാമങ്ങളൊന്ന് ഈ മലക്കുകൾക്ക് പറഞ്ഞു കൊടുക്ക്. അങ്ങനെ ആദം പറഞ്ഞു കൊടുത്തു. ഫലമ്മ അംബഅഹും ബി അസ്മാഇഹിം. അള്ളാഹുവിൻ്റെ പ്രതിനിധിയാണ് മനുഷ്യൻ. അല്ലാഹു തആല മലക്കുകൾക്ക് പോലും നൽകാത്ത അറിവുകൾ നൽകി അനുഗ്രഹിക്കപ്പെട്ടവനാണ് മനുഷ്യൻ. ഈ അനുഗ്രഹത്തിന് നന്ദി പ്രകാശിപ്പിക്കുവാൻ മനുഷ്യന് സാധ്യമാവണമെങ്കിൽ രക്തം ചിന്താതെ, കുഴപ്പങ്ങൾ സൃഷ്ടിക്കാതെ സമാധാനപരമായി ജീവിക്കുവാൻ മനുഷ്യന് സാധിക്കേണ്ടതുണ്ട്. അതിന് നമുക്കേവർക്കും സാധിക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.